എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെ തന്നെ വസ്ത്രധാരണ രീതിയിൽ പോലും എന്തൊക്കെ പാലിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പൊതു കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ നമ്മൾ കുറച്ചും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്, യഥാർത്ഥ ചോദ്യ മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അറിവ് പരിശോധിക്കാനുള്ള ഒന്നല്ല ഈ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഞാൻ മനസ്സിലാക്കിയത് അതൊരു ഇന്നർവ്യൂ ആണെന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ അഭിപ്രായം എന്താണ് എന്നറിയുക മാത്രമാണ് ബോർഡിൻ്റെ ജോലി. അല്ലെങ്കിൽ ബോർഡ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നിങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ട് എന്ന് നോക്കുക മാത്രമല്ല, ഈ അറിവ് ശരിയായ രീതിയിൽ ഫലപ്രദമായ കുട്ടികളിലേക്ക് എത്തിക്കാനും വളരെ വേഗത്തിൽ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് ആവിഷ്കരിക്കാനുള്ള കഴിവും കുട്ടികളെ സംഘടനാപരമായിട്ടുള്ള മികവും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെടും. എന്നാൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് അധ്യാപന അഭിരുചിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പോൾ അധ്യാപന അഭിരുചി ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും സബ്ജക്റ്റീവായിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും വരിക. അതായത് ഒബ്ജക്റ്റീവ് ഉത്തരങ്ങളെന്ന് വെച്ചാൽ നമുക്കറിയാം കേരളത്തിൽ കരിക്കുലം ഉണ്ടായത് എപ്പോഴാണ്. നമുക്കറിയാം 2007, 2013, ഇപ്പോൾ ലാസ്റ്റ് 2023. ഇതിന് ഒരു ഒബ്ജക്റ്റീവ് ആൻസർ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. എന്നാൽ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഒരു നല്ല അധ്യാപകനാകാൻ കുട്ടികളെ എത്രത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ തീർച്ച ഇങ്ങനൊരു ചോദ്യം വന്നാൽ അതിന് ഒബ്ജക്റ്റീവായിട്ടുള്ള ഉത്തരങ്ങളില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉള്ള ഉത്തരമായിരിക്കും. ഈ അഭിപ്രായത്തിൽ ഒരുപാട് വസ്തുതകൾ കൂട്ടിച്ചേർക്കാൻ നോക്കണം. വസ്തുതകളില്ലാത്ത അഭിപ്രായങ്ങളെ നമ്മൾ മുൻവിധിയായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അഭിപ്രായങ്ങളുണ്ടായിരിക്കണം, അതിൽ ഫാക്ച്വൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കണം. അതിനു വേണ്ടിയിട്ട് കുറേ വായന ഇനിയും നിങ്ങൾക്ക് അനിവാര്യമാണ്. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയ മേഖലകൾ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞാൻ 4 കാര്യം പറഞ്ഞു. 1, അധ്യാപന അഭിരുചി. 2, ആശയാവിഷ്കാര മികവ്. 3, വിഷയത്തിലുള്ള ഗ്രാഹ്യം, കണ്ടൻറ് നോളജ് നിങ്ങൾക്കുള്ളത്. 4, സംഘടനാ മികവ്. അല്ല, ഒരു അധ്യാപകൻ എപ്പോഴും അധ്യാപനം ഒരു കലയാണ് എന്ന് വെച്ചാൽ അധ്യാപകൻ ഒരു ആർട്ടിസ്റ്റാണ്. അധ്യാപനം ഒരു പ്രൊഫഷനാണ്. പൂർണ്ണമായിട്ടും പ്രൊഫഷനായിട്ടില്ല, നമ്മളതിനെ പ്രൊഫഷണലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകനൊരു പ്രൊഫഷനാണെങ്കിൽ അധ്യാപകൻ ഒരു പ്രൊഫഷണലിസ്റ്റായിരിക്കണം, അല്ലേ? അധ്യാപനം ഒരു ശാസ്ത്രമാണെങ്കിൽ അധ്യാപകൻ ഒരു ശാസ്ത്രജ്ഞനായിരിക്കണം. അധ്യാപനം ഒരു ശില്പമാണെങ്കിൽ അധ്യാപകൻ ഒരു ശില്പിയായിരിക്കണം, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ എക്സ്റ്റൻഡഡ് മീനിങ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള കഴിവും അളക്കുന്ന ചോദ്യങ്ങളായിരിക്കും അധ്യാപന അഭിരുചി ചോദ്യങ്ങളിൽ ഉണ്ടാവുക. അത് നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ വിഷയ മേഖലകളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പോയാൽ ഞാൻ നിങ്ങൾ പരാജയപ്പെടുമെന്ന് പറയുന്നില്ല, അത് പറയാനുള്ള അധികാരം എനിക്കില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യം കൂടി ശ്രദ്ധിച്ചു പോയാൽ അത് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മനോരമയ്ക്കും തൊഴിൽ വീതിക്കും ഉറപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അതായത് കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അതായത് ദേശീയ തലത്തിൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ 1966 സമർപ്പിക്കപ്പെട്ട കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലുള്ള 1968 ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം, പിന്നീട് രണ്ടാമത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം, അത് കഴിഞ്ഞ് 34 വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ മറ്റൊരു വിദ്യാഭ്യാസ നയം ഉണ്ടാകുന്നത്, 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പോൾ നിങ്ങൾ അവിടെ
വളരെ വിമർശനാത്മകമായി കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2010 ശേഷം 2020 ശേഷമൊക്കെയാണെങ്കിൽ നമ്മുടെ അവൈലബിളായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അത് ഓരോ 2 കൊല്ലം കൊണ്ടും 3 കൊല്ലം കൊണ്ടും ഡബിളായി വരികയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ 86-ൽ രണ്ടാമത്തെ ദേശീയ നയം ഉണ്ടായതിനു ശേഷം പിന്നീട് മറ്റൊരു ദേശീയ നയം വിദ്യാഭ്യാസത്തിന് ഉണ്ടാക്കിയത് 2020-ൽ. അപ്പോൾ ആ അർത്ഥത്തിൽ 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കാതെ ഇൻ്റർവ്യൂ ഹോളിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളത് ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. ഓക്കെ, ആ അർത്ഥത്തിലെടുക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കൊല്ലം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നു, പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ തലക്കെട്ട്. കുറേ പേർക്ക് അറിയാവുന്ന കാര്യമാണ്, കുറേ പേർക്ക് അറിയില്ലെങ്കിൽ ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെ, പക്ഷേ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഒരാൾ വേണമല്ലോ. ആ ആളാണ് ഞാനായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മളോട് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളും മുഴുവനും നമുക്കറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ മറന്നുപോയ കാര്യങ്ങളാണ് ഗാന്ധിജി വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാനും അതേ ഒരു ലൈനിലാണ് പോകുന്നത്. നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നു. സോ ദാറ്റ് യുവർ മൈൻഡ് വിൽ ബി ഫ്രഷ്. അതായത് 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു സമ്പൂർണ്ണ നയം ഉണ്ടാകുന്നത് ഇത്രയും വലിയ ഇന്ത്യ മഹാരാജ്യത്തിന്. എന്ന് വെച്ചാൽ ഈ ഇൻഫർമേഷൻ റെവല്യൂഷനും ഡിജിറ്റൽ റെവല്യൂഷനും പിന്നെ ICTയുടെ റെവല്യൂഷനും ഒക്കെ ഉണ്ടായ സമയത്ത് നമ്മളിങ്ങനെ ഒരു വിദ്യാഭ്യാസ നയം ഉണ്ടാക്കാൻ 3.5 പതിറ്റാണ്ട് വൈകിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ഇത്തരം അഭിപ്രായം ഉണ്ടെങ്കിൽ ബോർഡിനോട് പറയാം കേട്ടോ, തെറ്റൊന്നുമില്ല. വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് തെറ്റായി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ടുവാർഡ്സ് നോളജ് എക്കോണമി, അതായത് അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക്. ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയുള്ള 1ാം പദ്ധതി അത് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയായിരുന്നു. 2ാം പദ്ധതി അതാവട്ടെ വ്യവസായത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ്. പിന്നീട് കുറേ കഴിഞ്ഞ് വന്നപ്പോൾ സർവീസ് സെക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്കണോമിയിലേക്ക് നമ്മൾ പോയി. ഇപ്പം നമ്മൾ പോകുന്നത് നോളജ് ബേസ്ഡ് എക്കണോമിയിലേക്കാണ്. അതായത് വിജ്ഞാനത്തിലധിഷ്ഠിതമായ ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ നിർമ്മാണത്തിലേക്ക്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു ഹെഡിങ്ങിൻ്റെ കാഴ്ചപ്പാട് വെച്ച് വേണം നിങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളൊക്കെ പറയേണ്ടത്. ഞാൻ സൂചിപ്പിച്ചു തരുന്നതേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ നിലവിലെ സിസ്റ്റം മാറാൻ വേണ്ടി പോവുകയാണ്. 10+2+3 എന്ന് കോത്താരി കമ്മീഷൻ പറഞ്ഞ 10+2+3 എന്ന് 68-ൽ കോത്താരി കമ്മീഷൻ്റെ വെളിച്ചത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞ ആ കാര്യങ്ങളിൽ നിന്ന് അടിമുടി മാറാൻ വേണ്ടി പോവുകയാണ്. അതായത് 5 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 4. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്രൈമറിയിൽ 3 കൊല്ലം കേട്ടോ. പ്രീ പ്രൈമറി 3 കൊല്ലം, പിന്നെ 1ാം ക്ലാസ് 2ാം ക്ലാസ്. ഇതാണ് ആദ്യത്തെ 5 എന്ന് പറയുന്നത്. പിന്നെ 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ്, ഇതാണ് രണ്ടാമത്തെ 3. പിന്നെ 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ്, ഇതാണ് അടുത്ത 3. പിന്നെ 9, 10, 11, 12 +2, ഇതാണ് അടുത്ത 4. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ സിസ്റ്റം 10+2+3 എന്നുള്ള സിസ്റ്റം മാറിയിട്ട് 5+3+3+4 എന്നാക്കാൻ വേണ്ടി പോവുകയാണ്. പൂർണ്ണമായും ആക്കി കഴിഞ്ഞിട്ടില്ല, പല സംസ്ഥാനങ്ങളും ആക്കി കഴിഞ്ഞു. പക്ഷേ കേരളം ഇപ്പോഴും അതിനോട് അതേ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളം പറയുന്നു കേന്ദ്ര നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം ക്ലാസ്സിലേക്കുള്ള വിദ്യാഭ്യാസം നടക്കുന്നത് 6ാം വയസ്സിലാണ്. കുട്ടിയെ 6ാം വയസ്സിലാണ് 1ാം ക്ലാസ് ചേർക്കേണ്ടത്.
പക്ഷേ കേരളം പറയുമ്പോൾ നമ്മളിപ്പോഴും 5 വയസ്സിൽ തന്നെ ചേർക്കും. അതായത് 2 വർഷത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, പിന്നെ 1ാം ക്ലാസ്സിലേക്ക് ചേരുന്നത് 5ാമത്തെ വയസ്സിൽ. ഇതാണ് കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ എത്രത്തോളം ഇതേ രീതി പാലിക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഈ രീതി സ്വീകരിച്ചു വരുമ്പോൾ 2030 ആകുമ്പോഴേക്ക് പൂർണ്ണമായും ഈ നയം നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രം മാറി നിൽക്കാൻ പറ്റുമോ എന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അതൊക്കെ അവിടെ കിട്ടും. ഇനി ഈ 2020 നയം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെക്കുന്നത് നമ്മുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3%. ഓക്കെ, നമ്മൾ ഡിഫൻസിന് നീക്കി വെക്കുന്നത് 29% ഓർക്കണം. പക്ഷേ വിദ്യാഭ്യാസത്തിന്, കൃഷി, ആരോഗ്യം ഇതിനൊക്കെ നീക്കി വെക്കുന്നത് 3, 3.5, 4 ഇത്രയൊക്കെയാണ്. കാരണം നമുക്ക് അല്ലാതായ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മുമ്പ് വാങ്ങിയ കടത്തിൻ്റെ പലിശ തിരിച്ചടക്കണം, പിന്നെ ഡിഫൻസിൻ്റെ ഇത്രയും ചിലവുകൾ, ഇതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പണം നീക്കി വെക്കാൻ സാധ്യമല്ല. പക്ഷെ നയത്തിൽ പറയുന്നത് ഇപ്പോഴുള്ള ചിലവിൻ്റെ ഇരട്ടിയെങ്കിലും തുക മാറ്റി വെക്കണം എന്ന് വെച്ചാൽ GDPയുടെ 6% നീക്കി വെക്കണം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. നമ്പർ 1. ഇതൊക്കെ ഒരു ക്രിട്ടിക്കൽ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് വരാവുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ ഈ 2020 നയം മുന്നോട്ട് വെച്ചത് 4 തരം കരിക്കുലം. ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടാവാത്തൊരു കാര്യമാണ്. ഒറ്റ നയം 4 തരം ചട്ടക്കൂടുകളെക്കുറിച്ച് പറയാണ്. ഒന്ന്, പ്രീ പ്രൈമറിക്ക് വേണ്ടി ഒരു ചട്ടക്കൂട്, അതായത് LKG UKG ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ കരിക്കുലം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഉണ്ടാക്കി 2024. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കരിക്കുലം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ 2023. ഞാൻ സെൻട്രലിൻ്റെ കാര്യം പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അഡൾട്ട് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു കരിക്കുലം. ഇതുവരെ നെഗ്ലക്റ്റ് ചെയ്ത മേഖലയാണ് അഡൾട്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേക ഒരു കരിക്കുലം. അതും കൂടാതെ ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു കരിക്കുലം. കാരണം നോളജ് ബേസ്ഡ് എക്കണോമിയിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റായ ആളെന്ന് പറയുന്നത് പഠിതാവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണെങ്കിലും ആ പഠനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിലും ഗുണമേന്മയുള്ള അധ്യാപകൻ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഗുണമേന്മയുള്ള അധ്യാപകന് വേണ്ടിയിട്ടാണ് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ടാക്കിയത്. ആർട്ടിക്കിൾ 21A അതിൽ ഉൾപ്പെടുത്തിയത്. ഇതൊക്കെ ചോദിക്കും കേട്ടോ. ആർട്ടിക്കിൾ 21A ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിലുള്ള അവകാശം. അത് എത്ര വരെ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് റൈറ്റ് എഡ്യൂക്കേഷൻ ആക്കിയത്. 15 വയസ്സുള്ള കുട്ടിക്ക് എഡ്യൂക്കേഷൻ ഇപ്പോഴും റൈറ്റ് അല്ല. അതവിടെ കിട്ടെ. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ പറയുമ്പോൾ റൈറ്റ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുകൂടി അർത്ഥമുണ്ട്. ഈ റൈറ്റ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാവണമെങ്കിൽ നല്ല റൈറ്റും അതുപോലെ തന്നെ ഗുണമേന്മയുള്ള അധ്യാപകനും ഉണ്ടായിരിക്കണം. ഈ ഗുണമേന്മയുള്ള അധ്യാപകൻ ഉണ്ടാവണമെങ്കിൽ ഗുണമേന്മയുള്ള അധ്യാപക വിദ്യാഭ്യാസം ഉണ്ടാവണം. നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ, വിദ്യാഭ്യാസം ഉണ്ടാവും. അപ്പോഴേ നിങ്ങളുടെ അതോറിറ്റി ബോർഡിന് മനസ്സിലാവും. അതുകൂടി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് 2013 നമ്മൾ യോഗ്യതാ പരീക്ഷയൊക്കെ ആയിട്ട് കേട്ടറ്റ്, അതേപോലെ തന്നെ കേന്ദ്ര തലത്തിൽ CTET, ഇതൊക്കെ നമ്മൾ കൊണ്ടുവരാനുള്ള കാര്യം അതാണ്. ഇപ്പം നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങൾ LP UP അധ്യാപകനാവാൻ എത്ര കടമ്പ കിടക്കണം? നിങ്ങളുടെ സാധാരണ അക്കാഡമിക് സ്ട്രീമിൽ നിങ്ങൾ പഠിക്കണം. +2 ഡിഗ്രിയോ പഠിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ DLEDയോ അല്ലെങ്കിൽ പഴയ TTC ഇപ്പോൾ ഇല്ല, DLEDയോ BEdോ എടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ കേട്ടറ്റ് എഴുതണം അല്ലെങ്കിൽ CTET എഴുതണം. ഇത് കഴിഞ്ഞ് നിങ്ങളൊരു PSCയുടെ പരീക്ഷ എഴുതണം. അതും കഴിഞ്ഞ് നിങ്ങൾ PSCയുടെ ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്യണം. ഇത്രയായാലാണ് ഒരു ടീച്ചറാവാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ടീച്ചർക്ക് മാത്രമേ നമുക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ശരി. നമ്മൾ ഗുണമേന്മയുള്ള വെള്ളം, ഗുണമേന്മയുള്ള വൈദ്യുതി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി 2020 ഈ നയം മുന്നോട്ട് വെച്ച കുറേ
സ്കീമുകളുണ്ട്. ഒരു പദ്ധതിയുടെ പേരാണ് സ്റ്റാർസ്. ഓർമ്മ വേണം, സ്റ്റാർസ് എന്ന് വെച്ചാൽ സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ സ്റ്റേറ്റ്. ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശ്, കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ ആൻഡ് 1 more സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള 6 സ്റ്റേറ്റുകളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ലോകബാങ്കിൻ്റെ പദ്ധതി, 4500 കോടിയോളം വരുന്ന ലോകബാങ്കിൻ്റെ ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചത്. നമ്പർ 1. ഞാൻ നേരത്തെ പറയാൻ കാരണമുണ്ട്, കേരളം കേന്ദ്ര ഘടനയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഇത്തരം സഹായങ്ങളൊക്കെ കേരളത്തിന് കിട്ടൂ എന്നും കൂടി നമ്മൾ ഓർക്കണം. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിന് കിട്ടുന്ന നമുക്ക് കിട്ടാതായി പോകും. അതവിടെ കേട്ടെ. പിന്നെ മറ്റൊരെന്നാണ് ഈ മൂല്യനിർണ്ണയനം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നല്ലേ. അതെ, തുടർച്ചയായതും സമഗ്രമായതുമായ മൂല്യനിർണ്ണയനം. ഇപ്പം നമ്മൾ അതിൻ്റെ പേര് മാറ്റി, അത് തന്നെയാണ് രീതി, പക്ഷെ പേര് മാറ്റിയിട്ട് 360 ഡിഗ്രി ഇവാലുവേഷൻ എന്ന് പറയുന്നത്. 360 ഡിഗ്രിയിലുള്ള ഇവാലുവേഷൻ. അതായത് കുട്ടികളിൽ നമ്മൾ വിലയിരുത്തേണ്ടതല്ലാത്തതായിട്ട് ഒന്നുമില്ല. അവർ പഠിക്കുന്ന കാര്യം മാത്രമല്ല, അവർ കളിക്കുന്ന കാര്യവും, അവർ പൊതുസമൂഹത്തിൽ ബിഹേവ് ചെയ്യുന്ന കാര്യവും, അവരുടെ കമ്മ്യൂണിക്കേഷനും, അവരുടെ ബൈയിങ് ടെൻഡൻസിയും എല്ലാം കൂടി വിലയിരുത്തുന്ന ഒരു നിരന്തര വിലയിരുത്തൽ രീതിയാണ് നമ്മൾ ഏതിൽ സ്വീകരിച്ചിരിക്കുന്നത്, 2020 നയത്തിൽ. പിന്നെ പരീക്ഷ നടത്തുന്നത് സ്കൂൾ തന്നെയായിരിക്കും, പക്ഷേ പരീക്ഷ നടത്തി പിന്നെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു പുതിയ സ്ഥാപനം ഉണ്ടാക്കുകയാണ് പരഖ്, PARAKH, പരഖ് എന്ന് വെച്ചാൽ പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ഓഫ് നോളജ് ആസ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ ഞാൻ പരക്ക് എന്നുള്ള പേര് ഇപ്പം നിങ്ങൾ പറഞ്ഞു കേട്ടാൽ നിങ്ങൾ ഉടനെ തന്നെ നാളെ പോയിട്ട് പരക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഞാൻ സൂചനകൾ മാത്രമേ തരൂ, കാരണം അതിനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് 1993 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാലങ്ങൾ എത്രയോ ആയിട്ട് കൂടി അല്ലേ, 93 കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്ര ദിവസമായി, ഇത്രയായിട്ട് കൂടി യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തലക്കെട്ടിനെ കുറിച്ച് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, ഭാരമില്ലാത്ത പഠനം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തലക്കെട്ടുകളൊക്കെ ഓർത്തു വെക്കുക. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യം ഒരു ഉദ്ധരണിയാണ്. ഏത് മഹത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഉദ്ധരണികൾ ഉള്ളത്? ഒരു ഉദ്ധരണി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എ ലോട്ട് ഈസ് ടോട്ട് ഇൻ ദ ക്ലാസ് റൂം ബട്ട് വെരി ലെസ് ഈസ് ലേൺഡ് ഓർ അണ്ടർസ്റ്റുഡ്. നമ്മുടെ ക്ലാസ്സുകളിൽ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ പഠിക്കപ്പെടുന്നുള്ളൂ. ഇത് യശ്പാൽ തൻ്റെ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ച കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വൈ ഇറ്റ് ഹാപ്പൻസ് സോ. അതായത് ഒരുപാട് പഠിപ്പിച്ചിട്ടും വളരെ കുറച്ച് മാത്രമേ പഠിക്കപ്പെടുന്നുള്ളൂ എങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണമല്ലോ. ആ കാരണം അദ്ദേഹം പറയുന്നത്, ഇൻ ക്ലാസ് റൂം സ്റ്റുഡൻസ് ആർ സിറ്റിംഗ് ജസ്റ്റ് ലൈക്ക് പാസീവ് ലിസണേഴ്സ്. Instead, they must be brought up as an active participant in the communication process that is going on between the teacher and students. അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിൽ ക്ലാസ് മുറിയിൽ നടത്തുന്ന ആശയവിനിമയ പ്രക്രിയ ആയിരിക്കണം പഠനം. ഈ ആശയവിനിമയ പ്രക്രിയയിലെ ഒരു സജീവ പങ്കാളിയായിട്ട് കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാത്തിടത്തോളം നമ്മൾ എത്ര തന്നെ പഠിപ്പിച്ചാലും കുട്ടികൾ അത് മനസ്സിലാക്കിയെടുക്കണം എന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നിങ്ങൾ ക്ലാസ് എടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രഭാഷണ രീതിയില്ല, നമ്മുടെ പഴയ ലെക്ചർ മെത്തേഡ്, ഈ ലെക്ചർ മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കരുത്. പകരം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, ചോദ്യോത്തര രീതി അവലംബിച്ചുകൊണ്ടായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ ചോദ്യോത്തര രീതി എങ്ങനെ അവലംബിക്കാം എന്ന് വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിന്ന് എടുക്കേണ്ട വിഷയം ജലമലിനീകരണം എങ്ങനെ തടയാം. നമ്മുടെ പരിസര പഠനമാണ് വിഷയം. ജലമലിനീകരണം എങ്ങനെ തടയാം, ഇതാണ് നമ്മുടെ ടോപ്പിക്.
ഈ ടോപ്പിക്ക് നിങ്ങൾ എങ്ങനെ തുടങ്ങും? ഇപ്പം ഞാനാണ് ബോർഡിലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഒരു ക്ലാസ് എങ്ങനെയാണ് ആരംഭിക്കുക? ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഓക്കെ എല്ലാവരും എത്തിയില്ലേ ക്ലാസ്സിലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കിയല്ലോ? മനസ്സിലാക്കി. രാജു പറയും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? വായുമലിനീകരണത്തെക്കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും അറിയാം വായുമലിനീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തേതിൽ നമുക്ക് ജലമലിനീകരണത്തെക്കുറിച്ച് പറയാം. എല്ലാവരും തയ്യാറല്ലേ? ആണ്. അപ്പോൾ ഇനി ലക്ഷ്മി പറയൂ, നമുക്ക് ജീവിക്കാൻ എന്താവശ്യമാണ്? സ്വാഭാവികമായിട്ടും ജലമലിനീകരണത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജീവിക്കാൻ എന്താവശ്യമാണ് എന്ന ചോദ്യത്തിന് ജലം എന്ന് തന്നെയായിരിക്കും ഉത്തരം കിട്ടുക. സോ ദ ടീച്ചർ ഷുഡ് ലീഡ് ദ സ്റ്റുഡൻസ് ടു ദ ആൻസർ. ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. യു ആർ ഓൺലി എ ഫെസിലിറ്റേറ്റർ ദെയർ. നിങ്ങളൊരു നോളജ് പ്രൊവൈഡർ അല്ല, നിങ്ങളൊരു ഫെസിലിറ്റേറ്ററാണ്. അതാണ് ഈ ജ്ഞാനനിർമ്മിതിയുടെ ഒരു പ്രത്യേകത. നമ്മൾ വ്യവഹാരവാദ രീതി, ബിഹേവിയറിസ്റ്റ് മെത്തേഡൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. പകരം നമ്മൾ ജ്ഞാനനിർമ്മിതിവാദമാണ് സ്വീകരിക്കുന്നത്. അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ സ്ലോഗൻ. ഇതെല്ലാവർക്കും അറിയാം. ഞാനീ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ ഏതിൽ ആഡ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാനങ്ങനെ കോംപ്രിഹെൻസീവായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലത പറഞ്ഞു എന്ത്? ജലമലിനീകരണം. അപ്പോൾ കുടിക്കാൻ നമുക്ക് വെള്ളം ആവശ്യമാണല്ലേ? അങ്ങനെയെങ്കിൽ സുധ പറയൂ, നമ്മളെല്ലാ വെള്ളവും കുടിക്കാറുണ്ടോ? ഇല്ല. കടലിലെ വെള്ളം കുടിക്കാറുണ്ടോ? ഒരു കുട്ടി പറയില്ല. കായലിലെ വെള്ളം കുടിക്കാറുണ്ടോ? ഇല്ല. പിന്നെ പുഴയിലെ വെള്ളം കുടിക്കാറുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ ഏത് വെള്ളം കുടിക്കുക? എല്ലാവരും എനർജറ്റിക്കായി മോട്ടിവേറ്റഡായി പറയാണ് കിണറ്റിലെ വെള്ളമാണ് കുടിക്കുക. ഞാനവരെ കിണറ്റിലേക്ക് എത്തിച്ചില്ലല്ലോ. ഇല്ല, പക്ഷെ കിണറ്റിലെ വെള്ളമാണ് കുടിക്കാറ് എന്ന് കുട്ടി പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പിന്നീട് മറ്റൊരു കുട്ടിയോട് ചോദിക്കുന്നു, അപ്പോൾ കിണറ്റിലെ വെള്ളം നമ്മൾ നേരിട്ട് അങ്ങനെ തന്നെ കുടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല സർ, തിളപ്പിച്ചാറ്റിയിട്ടാണ് കഴിക്കുക. ഇതും കുട്ടി തന്നെ ഉത്തരം പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. കുട്ടി ഉത്തരം പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നമുക്കെന്ത് മനസ്സിലായി? നമ്മുടെ പരിസരത്തെ, നമ്മുടെ ജലസ്രോതസ്സുകളെ നാം മലിനമാക്കാതെ സൂക്ഷിക്കണം. ഈ ഒരു ഫൈൻഡിങ്ങിലേക്ക് നമ്മൾ എത്തിയില്ലേ? ഇതിൽ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാനൊരു ഫെസിലിറ്റേറ്ററും ഒരു ഗൈഡും ഒരു മാർഗദർശിയും മാത്രമായി നിന്നേ ഉള്ളൂ. ഉത്തരങ്ങൾ നിർമ്മിച്ചെടുത്തത് കുട്ടികളാണ്. ഇങ്ങനെയല്ല, ജ്ഞാനനിർമ്മിതിവാദത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. എന്താണ് വ്യവഹാരവാദവും ജ്ഞാനനിർമ്മിതിവാദവും തമ്മിലുള്ള വ്യത്യാസം? ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻ, ബട്ട് സ്റ്റിൽ ക്ലാസ് മുറിയിൽ നമ്മൾ പ്രായോഗികമാക്കുന്നത് അതായതുകൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞേ പറ്റും. മറ്റൊന്ന്, കേരളത്തിലെ കരിക്കുലം 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കി യശ്പാലിൻ്റെ നേതൃത്വത്തിൽ. ഓക്കെ, അവിടെ യശ്പാൽ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? ഉത്തരം പറയാൻ വേണ്ടി മാത്രം എന്തിനാണ് നാം കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. ഉത്തരങ്ങൾ നൽകിയതിന് ശേഷം ആവശ്യമായ ചോദ്യം നിർമ്മിക്കാൻ പറയുന്നതല്ലേ നല്ലത്? അങ്ങനെ അദ്ദേഹം തുടങ്ങുന്നുണ്ട്. അപ്പോൾ 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ശ്രദ്ധിക്കണം. ഈ നാഷണൽ ഫ്രെയിംവർക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്കറിയാം, എഡ്യൂക്കേഷൻ ഒരു കൺകറൻറ്റ് മേഖലയിലെ സബ്ജക്റ്റാണ്, കൺകറൻറ്റ് ലിസ്റ്റിലെ സബ്ജക്റ്റാണ്. അതുകൊണ്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണ അവകാശമുള്ളൊരു വിഷയമാണ് വിദ്യാഭ്യാസം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി എപ്പോഴാണ് വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ 1976 അടിയന്തരാവസ്ഥ സമയത്ത് നടന്ന 42ാം ഭേദഗതിയിൽ കൂടിയാണ് വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അതുവരെ അത് യൂണിയൻ ലിസ്റ്റിലായിരുന്നു. അതും ഇതൊക്കെ പശ്ചാത്തല അറിവുകളാണ്. ഈ അറിവിൻ്റെ പിൻബലത്തിൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റൂ. അതവിടെ കേട്ടേരി. അപ്പോൾ 2005 കരിക്കുലം അതിനെ ബേസ് ചെയ്തിട്ട് കേരളത്തിലുണ്ടാക്കിയ 2007 കരിക്കുലം അറിയാൻ പഠിക്കുക, ചെയ്യാൻ പഠിക്കുക, ആയിത്തീരാൻ പഠിക്കുക, സഹജീവനത്തിന് പഠിക്കുക. ഇതാണ് അതിൻ്റെ കോർണർ സ്റ്റോൺ.
അറിയാൻ പഠിക്കുക, ലേണിംഗ് ടു നോ. ആയിത്തീരാൻ പഠിക്കുക, ലേണിംഗ് ടു ബി. പിന്നെ ലേണിംഗ് ടു ലീവ് ടുഗദർ, സഹജീവിതത്തിന് വേണ്ടി പഠിക്കുക. ഇങ്ങനെയുള്ള ആണിക്കല്ലുകളുടെ മേലെയാണ് നമ്മുടെ 2007 കരിക്കുലം നിർമ്മിച്ചെടുത്തത്. 2007 കൂടിയാണ് നമ്മൾ വ്യവഹാരവാദം ഉപേക്ഷിച്ച് ജ്ഞാനനിർമ്മിതിവാദത്തിലേക്ക് വന്നത്. പ്രത്യേകിച്ചും ലീവ് വൈഗോട്സ്കി മുന്നോട്ട് വെച്ച സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതുപോലെ ഹൊവാൻ ഗാർഡനർ മുന്നോട്ട് വെച്ച മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. ഓക്കെ, ഇതൊക്കെ ഉദ്ഗ്രഥിച്ചുകൊണ്ടാണ് നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങളോട് ചോദിക്കും, എന്താണ് ഉദ്ഗ്രഥിത പഠനം? ഉദ്ഗ്രഥിത പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയങ്ങളെ വേർതിരിവില്ലാതെ എല്ലാ വിഷയങ്ങളെയും ഒന്നായി കൂട്ടിയിട്ട് ഒന്നായി കണ്ടുകൊണ്ട് പഠിപ്പിക്കുക. അതായത് ഒരു വിഷയത്തെ പഠിപ്പിക്കുമ്പോൾ നമ്മളതിനെ മൾട്ടി ഡിസിപ്ലിനറി ആംഗിളിൽ കൂടി കാണുന്നു എന്നുള്ളതാണ് നമുക്കതിൽ കൂടി കിട്ടുന്ന മെച്ചം. ഇപ്പോൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ കുട്ടികളെ നിങ്ങൾ മഴ പഠിപ്പിക്കുന്നു. ഈ മഴ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണോ അനുഭവപ്പെടുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ എങ്കിൽ മാത്രമേ അത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയി മാറൂ, അല്ലേ? അപ്പോൾ മഴയെ നമുക്ക് കലയിലോ ഭാഷയിലോ സാഹിത്യത്തിലോ പരിസര പഠനത്തിലോ മാത്രം ഒതുങ്ങി നിർത്താൻ പറ്റില്ല. അപ്പോൾ ഓരോ വിഷയത്തെയും ഒരു ഇൻ്റഗ്രേറ്റഡ് സബ്ജക്റ്റായി കണ്ടുകൊണ്ട് പഠിപ്പിച്ചാൽ മാത്രമേ പഠനം ബഹുമുഖ രീതിയുടെ വളർച്ചയിൽ, ബഹുമുഖ ബുദ്ധിയുടെ വളർച്ചയിലേക്ക് നീങ്ങും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പഠനം അനിവാര്യമായ ഒന്നാണ്. ഞാൻ പറയുന്ന ഓരോ വാക്ക് ശ്രദ്ധിക്കണം. പിന്നീട് ഈ ഇൻ്റഗ്രേറ്റഡ് പഠനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില ആൾക്ക് സംശയം വരും, ഇൻക്ലൂസീവ് ലേണിങ്ങും ഇല്ലേ എന്ന്. ഇൻക്ലൂസീവ് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻറ്റ് കാഴ്ചപ്പാടാണ്. അതായത് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമൂഹത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പിന്നാക്കാവസ്ഥയുള്ളവരെയും സാമ്പത്തിക പിന്നാക്കാവസ്ഥയുള്ളവരെയും അതേപോലെ സാംസ്കാരിക പിന്നാക്കാവസ്ഥയുള്ളവരെയും പിന്നെ ആദിവാസിയെയും അതുപോലെ തന്നെ റിമോട്ട് വില്ലേജ് ട്രൈബൽ ഏരിയയിൽ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഭിന്നശേഷിക്കാരെയും ഇവരെല്ലാം കൂടി ഉൾച്ചേർന്നുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് വി ആർ നോട്ട് ഗോയിങ് ടു എക്സ്ക്ലൂഡ് എനിവൺ. അത് നമ്മുടെ ആർട്ടിക്കിൾ 14 പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ വിദ്യാഭ്യാസ രീതിയിൽ കണ്ടുവന്നത്. പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം 3 പറയാം. പിന്നെ 2005 ദേശീയ വിദ്യാഭ്യാസ ചട്ടക്കൂട്, പിന്നെ 2023 സ്കൂൾ വിദ്യാഭ്യാസ ചട്ടക്കൂട്, 2013 അധ്യാപക വിദ്യാഭ്യാസ ചട്ടക്കൂട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് എവിടെന്നെങ്കിലും വായിക്കുക, ഇല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. 2013 ടീച്ചർ എഡ്യൂക്കേഷൻ കരിക്കുലം. നിങ്ങൾ ടീച്ചറാവാൻ വേണ്ടി പോകുന്നവരാണ്, കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ടീച്ചർ എഡ്യൂക്കേഷൻ കരിക്കുലം, പിന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ കരിക്കുലം ശ്രദ്ധിച്ചാൽ മാത്രം മതി, കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി 2007 കേരള കരിക്കുലം ചട്ടക്കൂട്, പിന്നെ 2013 കേരള കരിക്കുലം ചട്ടക്കൂട്. അതായത് നമ്മുടെ ഡോക്ടർ PK അബ്ദുൾ അസീസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ PK അബ്ദുൾ അസീസിൻ്റെ നേതൃത്വത്തിലുണ്ടായ 2013 കരിക്കുലം ചട്ടക്കൂട്. ഈ 2007 13 ഈ അത്ര അടുത്തടുത്ത് 2 ചട്ടക്കൂടുകൾ വരാൻ കാരണം ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആലോചിച്ചു, എനിക്ക് തോന്നിയത് ഇതാണ്. അതായത് 2007 നമ്മൾ ഒരു വഴിമാറി സഞ്ചരിക്കുകയായിരുന്നു ചെയ്തത്. അതായത് അതുവരെ നൂറ്റാണ്ടുകളായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു മെത്തഡോളജിയാണ് ബിഹേവിയറിസ്റ്റ് തിയറി, അല്ലേ? ഓക്കെ, അതിൻ്റെ പാടെ തള്ളി മാറ്റിക്കൊണ്ട് 2007 നമ്മൾ, അതായത് നമ്മുടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ, MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെയാണ് 2007 നമ്മൾ ഈ നയമാറ്റം വരുന്നത് കൺസ്ട്രക്റ്റിവിസത്തിലേക്ക്. ഈ കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് വന്നതോടുകൂടി അതുവരെ വ്യവഹാരവാദ രീതി സ്വീകരിച്ച അധ്യാപകർക്ക്
പ്രത്യേകിച്ചും അവരുടെ റോൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അതിനവർ പറയുന്ന റോൾ കൺഫ്യൂഷൻ എന്നാണ്. അതായത് പണ്ടത്തെ പോലെ പുസ്തകം എടുത്ത് കുട്ടികളോട് പഠിച്ചോ, എഴുതി കൊടുക്കുക, കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക, ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുക, ആ രീതി പോയി. പിന്നെ കുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുക, പഠിക്കാൻ പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ദറ്റ് ഈസ് ഫെസിലിറ്റേറ്റർ. അങ്ങനെ കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് അധ്യാപകൻ മാറി നിന്ന് നോക്കുകയും കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടപ്പോൾ വേഗം ചെന്ന് അത് ചെയ്തു തീർക്കുകയും ചെയ്യുന്ന ഒരു 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 ഔട്ട്സൈഡറിനെ പോലെയാണ്, ഒരു ഫെസിലിറ്റേറ്ററിനെ പോലെയാണ്, ഒരു മെൻറ്ററിനെ പോലെയാണ് അധ്യാപകൻ. പക്ഷേ നമ്മുടെ അധ്യാപകരിൽ പലരും അതൊരവസരമായി കണ്ട് കൃത്യമായി ക്ലാസ്സിൽ പോകാതെ അതൊരവസരമായി കണ്ട് മാറിയിരുന്നു. അതും വൺ ഓഫ് ദ റീസൺസാണ് നമുക്ക് വിദ്യാഭ്യാസ നേട്ടം കുറയാനുണ്ടായത്. നമ്മൾ പഠന പ്രക്രിയക്ക്, ലേണിംഗ് പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ലേണിംഗ് ഔട്ട്കം കുറഞ്ഞു വന്നു, അതായത് പഠന നേട്ടം കുറഞ്ഞു വന്നു. പഠന പ്രക്രിയക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, പക്ഷെ പ്രക്രിയ എന്തിനു വേണ്ടിയിട്ടില്ലാണ്? ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇഫ് ദർ ഇസ് നോ ഔട്ട്കം ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്രോസസ്സ്? ഒരു യൂസും ഇല്ല അല്ലേ? അതെ. അപ്പോൾ അബ്ദുൽ അസീസ് അപ്പോൾ വീണ്ടും പറയുന്നു, എലി പൂച്ച കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ളതല്ല ഇവിടെ പ്രധാനം. ഇവിടെ പ്രധാനം പൂച്ച എലിയെ പിടിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറഞ്ഞു വന്നത് ബിഹേവിയറിസമാണോ കൺസ്ട്രക്റ്റിവിസമാണോ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് സൗകര്യം പോലെ ആവശ്യാനുസരണം മാറി മാറി പ്രയോഗിക്കാം. പക്ഷേ ലേണിംഗ് ഔട്ട്കം ഉണ്ടായിരിക്കണം, സ്പെസിഫിക്കായ ലേണിംഗ് ഔട്ട്കം ഉണ്ടായിരിക്കണം, മെഷറബിളായിരിക്കണം, അറ്റൈനബിളായിരിക്കണം, സസ്റ്റൈനബിളായിരിക്കണം. ഇങ്ങനെയുള്ള പഠന നേട്ടങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങൾ തന്നെ ഓർമ്മ വരും, നമ്മുടെ പഴയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അല്ലേ, ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, അദ്ദേഹത്തിൻ്റെ പേരിപ്പം മാറിയിട്ടോ, അദ്ദേഹത്തിൻ്റെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. അത് ഞാൻ ഖാദർ കമ്മിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടങ്ങ് പോവാം, നടന്നു പോയാൽ ബുദ്ധിമുട്ടാണ്. അതായത് കേരളത്തിൽ നമുക്ക് 3 വിദ്യാഭ്യാസ തലങ്ങളും ചട്ടങ്ങളും ഉള്ളത്. അതായത് 1 മുതൽ 12 വരെയുള്ള, അല്ലെങ്കിൽ പ്രീ പ്രൈമറി മുതൽ 12 വരെയുള്ള പൊതുവിദ്യാഭ്യാസം, പിന്നെ പൊതുവിദ്യാഭ്യാസത്തിന് ശേഷമുള്ള +2 ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. അപ്പം നമുക്ക് 3 ഡയറക്ടറേറ്റുകളാണ് ഉള്ളത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, തിരുവനന്തപുരം വഴുതക്കാടുള്ള. അപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും നോക്കുന്നത് ഈ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിലെ അഡീഷണൽ സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും കേട്ടോ. അത്രയൊന്നും ഡീപ്പ് നിങ്ങൾ അറിയണ്ട. അപ്പോൾ ഇവിടെ ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒരു പരിഗണനാ വിഷയം, പല ആളും തെറ്റിച്ച് പറയാറുണ്ട് നിർദ്ദേശിച്ച വിഷയമെന്ന്. ഖാദർ കമ്മിറ്റി ഒരു നിർദ്ദേശവും സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടില്ല. കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് സർക്കാരിനോട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ചില പരിഗണനാ വിഷയങ്ങൾ, ഇഷ്യൂസ് ടു ബി കൺസിഡേർഡ് എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റ് കമ്മീഷനുകൾ മുന്നോട്ട് വെച്ച പോലെ നിർദ്ദേശങ്ങളൊന്നും ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് പിന്നെ 2023 കേരള കരിക്കുലം ചട്ടക്കൂട്, അതായത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത്. ഇപ്പോൾ 2007, 2013, 2023 ഇത് പഠിച്ചേ പറ്റൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് പദ്ധതികളും സ്ഥാപനങ്ങളും ഉണ്ട്. ഞാൻ വെറുതെ വായിച്ചങ്ങ് പോവും. കുറേ പദ്ധതികളാണ്: ഹലോ ഇംഗ്ലീഷ്, റെലിഷ് ഇംഗ്ലീഷ്, മലയാളത്തിളക്കം, സുരീലി ഹിന്ദി, അതേപോലെ ശ്രദ്ധ, ജനകീയ ഗണിതോത്സവം, ശാസ്ത്രപദം, സഹിതം, മലയാള ഭാഷാ നിയമം, വളരെ ഇമ്പോർട്ടൻ്റാണ് മലയാള ഭാഷാ നിയമം, കൈറ്റ് മുന്നോട്ട് വെച്ച ചാനലുകൾ, വിക്ടേഴ്സ് ചാനൽ, പിന്നെ വിക്ടേഴ്സ് ചാനലും കൈറ്റും എല്ലാവരും കൂടി ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളാണ്. ഒന്ന് ഈ ലൈബ്രറി, പിന്നെ ഈ ലാംഗ്വേജ് ലാബ്, പിന്നെ അവരുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രശിക്ഷ മാധുരി,
പിന്നെ ക്രിയേറ്റീവ് ലേണിംഗ് അസസ്മെൻറ്റ് സിസ്റ്റം. ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. വീഡിയോ നിങ്ങൾ പോസാക്കി കണ്ടിട്ട് ഇത് എഴുതി വെക്കുക. എന്നിട്ട് നെറ്റിൽ പോയിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ കുറേ വിദ്യാഭ്യാസ പദ്ധതികൾ, അതായത് പ്രിസം പദ്ധതി, പ്രൊമോഷൻ ഓഫ് റീജിയണൽ സ്കൂൾസ് ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ത്രൂ മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷൻസ്. അതായത് സർക്കാർ മാത്രം വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഈ 3% ജി ഡി പിയുടെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് കേരളത്തിലെ 10,000-കണക്കിന് സ്കൂളുകളെ നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഗവൺമെൻറ് എലോൺ വിചാരിച്ചാൽ പറ്റില്ല. അപ്പോൾ സമൂഹത്തിലെ മറ്റുള്ളവരുടെ പങ്കാളിത്തത്തോടു കൂടി, അതാണ് മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷൻ, ബഹുമുഖമായ ഇടപെടലോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? സർക്കാർ സ്കൂളുകളെ ഉയർന്ന നിലവാരത്തിലേക്ക് മാറ്റണം. കോഴിക്കോട്, എനിക്ക് തോന്നുന്നു കോഴിക്കോട് നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആദ്യമായിട്ട് ഈ പദ്ധതിയുടെ കീഴിൽ പ്രിസം പദ്ധതിയിൽ കൂടി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വന്നത്. ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ വന്നു, അതവിടെ കേട്ടെ. പിന്നെ ഞങ്ങൾ നോക്കേണ്ടത് ഈ സ്കൂൾ വിക്കി. ഞാൻ ഡീറ്റെയിൽഡ് പറയുന്നില്ല കേട്ടോ. സ്കൂൾ വിക്കി, പിന്നെ ടാലൻറ്റ് ലാബ്, ക്രിയേറ്റീവ് ലേണിംഗ് അസസ്മെൻറ്റ് സിസ്റ്റം. ടാലൻറ്റ് ലാബ് എന്നൊക്കെ കേട്ടാൽ അത് ലാബാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അതായത് കുട്ടികളിലെ വിവിധ തരം ടാലൻറ്റ്സ്, പ്രതിഭകൾ സമയാസമയത്ത് കണ്ടെത്തി അത് വികസിപ്പിച്ചെടുക്കുന്ന പദ്ധതിയുടെ പേരാണ് ടാലൻറ്റ് ലാബ്. പിന്നെ കുട്ടികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ, താലോലം, മിഠായി, ഹൃദ്യം, ധ്വനി, ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. ഈ പദ്ധതികളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. ഓക്കെ. ഇപ്പോൾ കേൾവി കുറവുള്ള കുട്ടികൾക്ക് പിന്നെ ഓപ്പറേഷൻ നടത്തിയിട്ട് അവിടെ ചെവിയിൽ വെക്കാനുള്ള ഒരു ഉപകരണത്തിൻ്റെ പേരാണ് ധ്വനി. ഇത് കഴിഞ്ഞ് 2 കൊല്ലമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ പദ്ധതി കടലാസിലുണ്ട്. ധ്വനി എന്നുള്ള നല്ല പേരുമുണ്ട്. അതിന് പേര് മാറ്റി കുറച്ചുകൂടെ ബെറ്ററാക്കി ശ്രുതി തരംഗം നാക്കുകയും ചെയ്തു. പക്ഷേ ഉപകരണം മാത്രം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഇത്. അതേപോലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി, അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി. പണ്ടൊക്കെ നമുക്കറിയാം PTA കമ്മിറ്റിയാണ്. ഇപ്പോൾ PTA കമ്മിറ്റിയെ കുറച്ചും കൂടി വിപുലമായ അധികാരങ്ങൾ കൊടുത്തിട്ട് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി. പിന്നെ കുറേ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കണം. അതായത് ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ, ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്ററുകൾ, ഡയറ്റ്, CMAT, SCERT. ഈ SCERTനെ കുറിച്ചൊക്കെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിരുന്നു, ഇൻ്റർവ്യൂവിൽ. SCERTയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആരാണ്? പലർക്കും ഉത്തരം കിട്ടിയില്ല. എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് കേട്ടോ. പിന്നെ എക്സ് ഒഫീഷ്യോ വൈസ് ചെയർമാൻ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. SCERTയുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് SCERTയുടെ ഡയറക്ടറാണ്. പിന്നെ SCERTക്ക് ധാരാളം ജോലിയുണ്ട്. വിദ്യാഭ്യാസം, ഗവേഷണം, വികസനം, പാഠപുസ്തക നിർമ്മാണം, അധ്യാപക പരിശീലനം, അങ്ങനെ ധാരാളം ജോലിയുണ്ട്. അതിൽ അധ്യാപക പരിശീലനത്തിൻ്റെ ജോലി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഡയറ്റുകളാണ്, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സ്ഥാപനമാണ് ഡയറ്റുകൾ. ഈ SCERTയിൽ നിന്നും പരിശീലനം നേടിയ അധ്യാപകർ ബ്ലോക്ക് തലത്തിലും ക്ലസ്റ്റർ തലത്തിലും അധ്യാപകർക്ക് ക്ലാസ് കൊടുക്കുക, പരിശീലനം കൊടുക്കുക. ഇതൊക്കെയാണ് ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ, ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്റർ. ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്ന് പറയുന്നത് ബ്ലോക്ക് തലത്തിലും, ക്ലസ്റ്റർ സെൻറ്ററുകൾ അതിൻ്റെ താഴെയും പ്രവർത്തിക്കുന്നു. പിന്നെ കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഓക്കെ. അതേപോലെ ബഡ്സ് സ്കൂളുകളുണ്ട്. ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക്, അതായത് LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അധ്യാപകരായാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ല. കാരണം അവിടെ അസുഖം ബാധിച്ച കുട്ടികളാണ്. ഓട്ടിസം, സെറിബ്രൽ പൾസി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡർ, ഹിമോഫീലിയ, ഇതിൽ തലാസമിയ, നമ്മുടെ അരിവാൾ രോഗം, ഇങ്ങനെയുള്ള രോഗം ബാധിച്ച കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വൈവിധ്യമാർന്ന
അസിസ്റ്റീവ് ടെക്നോളജിയുടെ സഹായം ആവശ്യമുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. ഇപ്പം നിങ്ങൾ സാധാരണ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ സാധാരണ സ്കൂളുകളിൽ നിങ്ങൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് പഠിപ്പിക്കുന്നത്. അതായത് അവിടെ പ്രതിഭാശാലികളുണ്ടാവും, അല്ലാത്തവരുണ്ടാവും, പിന്നാക്കക്കാരുണ്ടാവും, പിന്നെ പഠന പിന്നാക്കാവസ്ഥ നേരത്തെ തന്നെയുള്ളവരുണ്ടാവും, പിന്നെ ശാരീരികവും മാനസികവുമായ അംഗവൈകല്യങ്ങൾ ഉള്ളവർ, അതായത് അന്യഥാ ശക്തിശാലികൾ എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. പക്ഷേ രോഗികളുള്ള കുട്ടികളല്ല. രോഗികളുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പ്രത്യേക സ്കൂളുകൾ, അതിനെയാണ് സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സ്പെഷ്യൽ സ്കൂളുകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് ഡോക്ടർ ബി ജയരാജ്. ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഈ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതേപോലെ തന്നെ PTA കമ്മിറ്റി, ഈ CRC, BRC തുടങ്ങിയ സ്ഥാപനങ്ങൾ പഠിക്കണം. പിന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറന്നുപോയി കൂടാൻ പാടില്ലാത്ത കാര്യം, കുറേ നിയമങ്ങളുണ്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ 1958 കേരള വിദ്യാഭ്യാസ നിയമം മുതൽ തന്നെ അങ്ങ് തുടങ്ങാം. കേരള വിദ്യാഭ്യാസ നിയമം പാസ്സാക്കിയത് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ EMS മന്ത്രിസഭയിൽ ജോസഫ് മുല്ലശ്ശേരി കൊണ്ടുവന്ന നിയമമാണ് ആ നിയമം. പിന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചട്ടങ്ങൾ, മനസ്സിലായില്ലേ? നിയമവും ചട്ടവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിഞ്ഞു പോകണം. നിയമം പാസ്സാക്കുന്നത് നിയമസഭയാണ്, ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അതാത് വകുപ്പുകളാണ്. അപ്പോൾ വിദ്യാഭ്യാസ ചട്ടങ്ങൾ, 59 വിദ്യാഭ്യാസ ചട്ടങ്ങൾ. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത് കൊണ്ടുവന്ന 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, 2010 ഏപ്രിൽ 1 നിലവിൽ വന്നു റൈറ്റ് എഡ്യൂക്കേഷൻ ആക്ട്. പിന്നെ ഈ അംഗവൈകല്യം ഇപ്പോൾ ഇങ്ങനെ പറയരുത്, അതായത് ബലഹീനരായ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കിയ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞാൽ അർത്ഥം അതിന് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആക്റ്റാണ് 1995 PWD ആക്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. അത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ PWD ആക്ട് ഇന്ത്യ പാസ്സാക്കാൻ നിർബന്ധിതരായത്. കാരണം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ കോൺഫറൻസിൽ അംഗമായിരുന്നു. അതായത് വൈകല്യം ബാധിക്കുന്ന കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ആക്ടാണ് PWD ആക്ട് 1995. ഞാനങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് മുമ്പൊരു ആക്ട് ഉണ്ടായിരുന്നു, 1992 റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. അത് ഈ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആക്ടാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. ആദ്യം അതൊരു സൊസൈറ്റി ആയിരുന്നു, പിന്നീട് ഒരു നിയമം ഉണ്ടാക്കി പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഈ PWD ആക്ട് തന്നെ 2016 റിവൈസ് ചെയ്ത് RPWD ആക്റ്റാക്കി. അപ്പോൾ ആദ്യത്തെ PWD ആക്ട്, അതായത് 1995 ആക്ട്, അതിൽ 7 വൈകല്യങ്ങളും 2016 റിവൈസ് ചെയ്ത സമയത്ത് 14 വൈകല്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ 21 വൈകല്യങ്ങളാണ് ഇപ്പം ഉള്ളത്. ഈ 21 തരം വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് നിങ്ങൾക്കറിയാം 40% വൈകല്യം വരുമ്പോഴാണ് അതിനെ വൈകല്യമുള്ളവർ എന്ന് പറയാം. 39% ആയാൽ പറ്റില്ല. അതേപോലെ ഇങ്ങനെയുള്ളവർക്ക് 3% സർക്കാർ സർവീസിൽ റിസർവേഷനുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്ന നാഷണൽ ട്രസ്റ്റ് ആക്ട് പഠിക്കണം. ഞാനിപ്പോൾ ആക്ടിൻ്റെ പേരേ പറയുന്നുള്ളൂ. പിന്നെ കുറച്ച് ആർട്ടിക്കിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, അതായത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 21A, പിന്നെ ആർട്ടിക്കിൾ 30. ഒരു വിഷയങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. മതന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ളതാണ് ആർട്ടിക്കിൾ 30. പിന്നെ ആർട്ടിക്കിൾ 45 ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല നിങ്ങൾ. ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വരുന്നതാണ്. അതായത് 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന അന്ന് തന്നെ
മാർഗനിർദ്ദേശങ്ങളുടെ പട്ടികയിൽ 45-ാമത്തെ വകുപ്പിൽ കൂട്ടിച്ചേർത്തതാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി പ്രഖ്യാപിക്കണമെന്ന്. എപ്പോഴും 1950. പക്ഷെ നിയമം വന്നത് എപ്പോഴാണ്? നമ്മൾ നോക്കൂ, 2009 RTI ആക്ട് വരുന്നത്. കുറച്ചും കൂടെ റിലേറ്റ് ചെയ്തിട്ട് ക്രിട്ടിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല. ബൈ ഹാർട്ട് പഠിക്കാനേ പാടില്ല കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ കുറേ നിയമങ്ങൾ വേറെയുണ്ട്. ആർട്ടിക്കിൾ 337, അതായത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിൽ ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഇത്രയും. പിന്നെ നിങ്ങൾ ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഈ ആനുകാലിക സംഭവങ്ങൾ അത് വളരെ പഠിച്ചു വെക്കണം. ഒരു 3-4 ചോദ്യം ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചുണ്ടാവും. അത് മറന്നുപോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടിയില്ല എന്ന് വരും. ഒരു മാർക്ക് അധികം കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഒരാൾക്ക്, നിങ്ങളുടെ തൊട്ട് താഴെയുള്ള ആൾക്ക് നിയമനം കിട്ടുന്നതിനേക്കാൾ 6 മാസം മുമ്പെങ്കിലും നിങ്ങൾക്ക് നിയമനം കിട്ടും എന്നാണ്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടിയാണ്. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, സർക്കാർ സ്കൂളിൽ ഈ വർഷം 50,000 കുട്ടികൾ കുറവാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത്രയും ടീച്ചേഴ്സിൻ്റെ ആവശ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ അപ്പോയിൻമെൻറ്റിൻ്റെ അത്രയും മാത്രയിൽ അളവിൽ നിയമനം ഇപ്രാവശ്യം കിട്ടും എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വയ്യ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ നന്നായി തന്നെ ഞാനീ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റേ സ്ട്രെച്ചിൽ കണ്ടുപോകാതെ ശ്രദ്ധിച്ച് അവധാനതയോടുകൂടി കേൾക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ സ്പീഡിലേക്ക് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഓരോ വാക്കും എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ അതൊക്കെ നെറ്റിലോ മറ്റ് പുസ്തകങ്ങളിൽ നിന്നോ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്രിയേറ്റീവ് ലേണിങ്ങിൻ്റെ ഒരു പാതയിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.